ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഒരു പ്ലെയിൻ ഷീറ്റ് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കൊണ്ടുള്ള അതിന് ചുറ്റുമുള്ള പോയിന്റുകളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജഡ്. ഇതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഷീറ്റ് കൊണ്ട് ഇതിനടുത്തുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, ഇവിടെ എക്സ് അകലത്തിലുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ഡി എസ് ഏരിയ നമ്മളിവിടെ കൺസിഡർ ചെയ്യും. ഇനി ആ ഡി എസ് ഏരിയ സർക്കുലർ ഏരിയ ആയിട്ട് വരുന്ന ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, തുല്യമായ ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് 2x ലെങ്തുള്ള ഒരു സിലിണ്ടർ, അത് ഈ ഷീറ്റിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ് നമ്മളിവിടെ ഗോഷ്യൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഈ സിലിണ്ടറിൻ്റെ എല്ലാ സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. അതിന് നമുക്കിവിടെ 3 സർഫസുകളെ കൺസിഡർ ചെയ്യാം. ഒന്ന് ഈ എൻഡിലെ സർക്കുലർ ഫേസ്, ലെഫ്റ്റ് എൻഡിലെ സർക്കുലർ ഫേസ്, പിന്നെ സിലിണ്ടറിക്കൽ ഫേസ്. ഈ സിലിണ്ടറിക്കൽ ഫേസിൽ ഒരു പ്രത്യേകത, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഷീറ്റിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടുത്തെ സർഫസിലേക്കുള്ള നോർമൽ ഇങ്ങനെ വരും. സോ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. താഴെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ നോർമൽ താഴേക്ക് വരും, ഫീൽഡ് റൈറ്റിലേക്ക് വരും. അവിടെയും തീറ്റ 90 ആണ്. ഇനി ഫ്രണ്ടിലാണ്, ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും റൈറ്റിലേക്കാണ്. പക്ഷെ നോർമൽ ഈ ഇങ്ങോട്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോഴും തീറ്റ 90 ആണ്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ഫേസിൽ ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡും നോർമലും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആ ഫേസിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതായത് കർവ്ഡ് ആയിട്ടുള്ള സർഫസിൽ കൂടി എപ്പോഴും ഫ്ലക്സ് വാല്യൂ 0 ആണ്. കാരണം തീറ്റ എല്ലാ പോയിന്റുകളിലും 90 ഡിഗ്രിയാണ്. പക്ഷേ സർക്കുലർ ഫേസിൽ അങ്ങനെയല്ല. സർക്കുലർ ഫേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ റൈറ്റിലേക്കാണ്, നോർമലിൻ്റെ ഡയറക്ഷനും റൈറ്റിലേക്കാണ്. തീറ്റയുടെ വാല്യൂ 0 ആണ്. അതുപോലെ ലെഫ്റ്റ് എൻഡിലെ സർക്കുലർ ഫേസ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് അവിടെ ലെഫ്റ്റിലേക്കാണ്, അവിടെ നോർമലും ലെഫ്റ്റിലേക്കാണ്, അവിടെയും തീറ്റ 0 ആണ്. അപ്പോൾ ആ 2 ഫേസിലും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്ക് ഇ ഡോട്ട് ഡി എസ് എന്നുള്ളതിനെ ഇ ഡി എസ് എന്ന് എഴുതാം. ഇ ഡി എസ് എന്ന് എഴുതാം. ഇപ്പോൾ ആദ്യത്തെ റൈറ്റ് ഫേസിലേത് ഇ ഡി എസ് പ്ലസ് ലെഫ്റ്റ് ഫേസിലേത് ഇ ഡി എസ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് 2 ഇ ഡി എസ് എന്നെഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗോഷ്യൻ സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? 2 ഇ ഡി എസ്. കർവ്ഡ് ഫേസിൽ 0, എൻഡ് ഫേസുകളിൽ സർക്കുലർ ഫേസുകളിൽ മാത്രമേ ഉള്ളൂ. രണ്ടിലും കൂടിയുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ് 2 ഇ ഡി എസ്. ഇനി ഗോസ് തിയറത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയി. ഇപ്പോൾ ഇത് റൈറ്റ് സൈഡ് കിട്ടണം. റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്? 1/ε0 ഇൻറ്റു ക്യൂ. അവിടെ ക്യൂ എന്ന് പറയുന്നത് ഈ ഗോഷ്യൻ സർഫസിനുള്ളിലുള്ള ചാർജാണ്. ഗോഷ്യൻ സർഫസിനുള്ളിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിൽ ഇത്രയും ഭാഗത്തുള്ള ചാർജ്. അപ്പോൾ ആ ചാർജ് കിട്ടാൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അത് സിഗ്മയാണെങ്കിൽ ഡി എസ് ഏരിയയിലുള്ള ചാർജ് സിഗ്മ ഡി എസ്. ഇതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസിനുള്ളിൽ വരുന്ന ചാർജിൻ്റെ വാല്യൂ. ക്യാൻ ബി റിട്ടൺ ആസ് ക്യൂ ഈക്വൽ ടു സിഗ്മ ഡി എസ്. ഇനി നമുക്ക് ഗോസ് തിയറം എടുക്കാം. ഗോസ് തിയറം അനുസരിച്ച് ഇലക്ട്രിക് ഫ്ലക്സ് 5 = 1/ε0 ഇൻറ്റു ക്യൂ.
ഫൈക്ക് പകരം 2EDS എന്ന് കൊടുക്കുക, ക്യൂവിന് പകരം സിഗ്മ DS കൊടുക്കുക. ദെൻ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇവിടെ DS ക്യാൻസൽ ചെയ്യും, ഈക്കുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും E=σ/2ε0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ. പ്ലെയിൻ ഷീറ്റിന് ചുറ്റുമുള്ള പോയിന്റുകളിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷനാണ് E=σ/2ε0. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഷീറ്റിൽ നിന്ന് ഏത് അകലത്തിലുള്ള പോയിന്റ് ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനോട് അടുത്തുള്ള പോയിന്റുകളിലെല്ലാം തന്നെ ഫീൽഡിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് σ/2ε0. ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, ഇതിൻ്റെ പ്ലെയിൻ ഷീറ്റിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കാണ്. റൈറ്റിലെ പോയിന്റ് ആണെങ്കിൽ റൈറ്റിലേക്കാണ്, ലെഫ്റ്റിലെ പോയിന്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക്. ഇതാണ് പ്ലെയിൻ ഷീറ്റ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. ഇതിങ്ങനെ ഗോസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഡെറൈവ് ചെയ്യാം. ഒന്നുകൂടെ നോക്കാൻ വേണമെങ്കിൽ, ഇതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ്. ഇതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യുക. സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് എന്നാണ് സിഗ്മയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഗോഷ്യൻ സർഫസ് ആയിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സിലിണ്ടറാണ് എടുക്കുക. പി എന്ന പോയിന്റിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്ന അത്രയും ലെങ്ത് ഉള്ള, അതുപോലെ ഈ പോയിന്റിന് ചുറ്റുമുള്ള ഈ DS ഏരിയ കൺസിഡർ ചെയ്ത് ആ DS ഏരിയ എഡ്ജ് ഏരിയ ആയിട്ട് വരുന്ന ഒരു സിലിണ്ടറാണ് നമ്മളെടുക്കുക. ഈ സിലിണ്ടറിൻ്റെ പ്ലെയിൻ ഷീറ്റിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. സിലിണ്ടറിൻ്റെ ആക്സിസ് ഷീറ്റിന് പെർപെൻഡിക്കുലറാണ്. ഇനി സാധാരണ ഗോസ് തിയറം ചെയ്യുന്നത് പോലെ സർക്കുലർ ഫേസിൽ അതുപോലെ കർവ്ഡ് ഫേസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. കർവ്ഡ് ഫേസിൽ തീറ്റ വാല്യൂ എപ്പോഴും 90 ആണ്, അതുകൊണ്ട് ഫ്ലക്സ് 0 ആണ്. എഡ്ജ് ഫേസുകളിൽ തീറ്റ 0 ആണ്. ഇപ്പോൾ DS ഏരിയയിൽ കൂടിയുള്ള ഫ്ലക്സ് E.ds എന്നുള്ളത് EDS ആകും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും DS ഏരിയയിലെ ഫ്ലക്സ് കൂട്ടുമ്പോൾ 2EDS കിട്ടും. ഇനി ഈ ഗോഷ്യൻ സർഫസിനുള്ളിലുള്ള ചാർജ് എടുക്കണം. അത് Q ആണെങ്കിൽ Q കിട്ടാൻ നമുക്ക് DS ഏരിയയിലെ ചാർജാണ് വേണ്ടത്. യൂണിറ്റ് ഏരിയയിലെ ചാർജ് എത്രയാണ്? സിഗ്മ. അപ്പോൾ DS ഏരിയയിലെ ചാർജ് സിഗ്മ DS. സോ യു ക്യാൻ റൈറ്റ് Q =σ/ds. പിന്നെ ഗോസ് തിയറത്തിൽ അപ്ലൈ ചെയ്യുക. ഫൈക്ക് പകരം 2EDS കൊടുത്തു. 1/ε0 ക്യൂവിന് പകരം σ/ds. Then we will get E = σ/2ε0. Thank you.